അമ്മ ഞാനേ നാളെ അങ്ങോട്ട് തിരിച്ചു പോയല്ലോ എന്ന് വിചാരിക്കുക. നീ കാശില്ലാതെ അങ്ങോട്ട് പോയാലോ അവൻ നിന്നെ പിന്നെ ഉപദ്രവിക്കത്തില്ലേ മോളെ? കൊല്ലുന്നെങ്കിൽ കൊല്ലിട്ടമ്മ, അതോടെ എല്ലാം തീരുമല്ലോ. ശരിക്കും എനിക്ക് മടുത്തമ്മ, സത്യമായിട്ടും. കുഞ്ഞിനെ ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഇനി അതും ഉണ്ടായെന്ന് വരില്ല. ഞാൻ എന്ത് പറയാനാ മോളെ? അച്ഛനാണെങ്കിൽ തീരെ വയ്യ. എനിക്കും അച്ഛനും മരുന്ന് വാങ്ങണേ നല്ലൊരു തുകയാവും. ഇന്ന് വരെ അവനൊരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടില്ല. അതിൻ്റെ കൂടെ നീ കുഞ്ഞിനെയും കൂടി ഇവിടെ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞാലേ നാട്ടുകാരെന്ത് പറയുമെന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ചപ്പാത്തി റെഡി ആയിരുന്നോ? ഇപ്പൊ ഉണ്ടാക്കി തരാം മോളെ. അച്ഛന് കൊടുത്ത ഉടൻ തന്നെ നിങ്ങൾക്ക് തരാം. ഓ, അപ്പോ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കഴിക്കാൻ പോണത്. എന്നാലല്ലേ രണ്ടിനും കൂടെ എന്നെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞുകൊണ്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതെന്താ സുജ നീ അങ്ങനെ പറഞ്ഞത്? അല്ല പിന്നെന്തിനാ ഞാൻ കേറി വരുമ്പോ നിങ്ങൾ സംസാരം നിർത്തിയത്? അയ്യോ മോളെ, അവള് നാളെ തിരിച്ചു പോവാന്ന് പറഞ്ഞു, അതാണ് സംസാരിച്ചത്. മോളിങ്ങി വന്നപ്പോഴത്തേനും അത് പറഞ്ഞു തീർന്നു. അല്ല പ്രിയ, എനിക്ക് മനസ്സിലാവാനിട്ട് ചോദിക്ക, നിനക്ക് എന്താ പ്രശ്നം? നീ എന്തിനാണ് പിന്നെ അവന്റെ തല്ല് മേടിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ? എന്താ മോളെ മോൾ ഒന്നും അറിയാതെ പോലെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ ചോദിക്കണ്ടേ? എല്ലാ മാസവും കാശ് എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചിറക്കി അവൻ ഇവിടെ ഇങ്ങോട്ട് വിടും. ഇവിടുന്ന് ഇല്ലാത്ത കാശ് ഒപ്പിച്ച് നമ്മൾ അങ്ങോട്ടും വിടും. ഇത് തന്നെ കഥ. ഇതിനൊരു അന്ത്യമില്ലേ? അല്ല, ജീവിതകാലം മുഴുവനും നീ അവന്റെ തല്ലും മേടിച്ച് ഇങ്ങനെ ജീവിക്കാനാണോ പ്ലാൻ ചെയ്തിരിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിനക്കറിയാലോ, എനിക്ക് ഈ വീട്ടിൽ സ്വന്തമായിട്ടൊരു മുറി പോലും ഇല്ല. ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ?